യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളെ സ്തുതിക്കുന്നു, കർത്താതി കർത്തവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രാജാതിരാജാവേ അങ്ങയ്ക്ക് മഹത്വം. ഹല്ലേലൂയ. സർവ്വസൈന്യാധിപനായിരിക്കുന്ന കർത്തവേ ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതികൾക്ക് യോഗ്യനായ കർത്തവേ ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. 2025 കഴിഞ്ഞ 9 മാസക്കാലവും ദൈവം നമ്മെ തന്റെ ചിറകിന്റെ മറയിൽ മറച്ച് നമ്മെ കാത്തു പരിപാലിച്ച് നമ്മെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ 10ാം മാസത്തിലേക്ക് കർത്താവ് നമ്മെ കരം പിടിച്ച് കയറ്റിക്കുക. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിനകത്ത് ദൈവിക വിടുതന്റെ ഒരു മാസം എന്ന സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുക. അങ്ങനെയൊക്കെ കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ മാസം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക വിടുതലുകളും ദൈവിക വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ നിറവേറുന്ന ഒരു മാസമായി തീരട്ടെ. സ്തോത്ര. കർത്താവ് നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിലേക്ക് ഞാൻ നിങ്ങൾ കയറേണ്ടതിനായിട്ട് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ മാസം നമ്മുടെ ജീവിതത്തിനകത്ത് ആഴമേറിയ ചില ദൈവിക വിടുതലുകൾ, ദൈവിക പ്രവൃത്തികൾ, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയ ദൈവമക്കളെ, 10ാം മാസത്തിന്റെ ആരംഭത്തിൽ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനായിട്ടുള്ള ഒരു കാര്യം, നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതേ സാഹചര്യത്തെ നോക്കാതെ, കറന്റ് സിറ്റുവേഷൻ ഓർക്കാതെ, നാളത്തെ സിറ്റുവേഷനെ ഓർക്കാതെ ഈ പകൽക്കാലം മുതൽ സ്തോത്രം നീ കർത്താവിൽ ഒന്ന് വിശ്വസിച്ച് തുടങ്ങുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നെഗറ്റീവുകളെ മാറ്റിവെച്ച് മനുഷ്യൻ നിന്നോട് പറഞ്ഞ ചില വാക്കുകളെയൊക്കെ മാറ്റിവെച്ചിട്ട് നിന്നോട് വാഗ്ദത്തം പറഞ്ഞ യേശു കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ 10ാം മാസത്തിൽ ചില ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാം. ദൈവിക കരുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതേ സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളൊന്നും നമ്മൾ നോക്കട്ടെ. നമ്മോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം ആരാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, യേശു അവളോട് വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്ര. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, എല്ലാവരും കാണുന്നതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ആര് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവോ എന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും, എന്റെ തലമുറയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ആര് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവോ അവരാ ചിലത് കാണാൻ പോകുന്നത്. സ്തോത്ര. അത് ആ വാക്കിൽ വ്യക്തമായി കാണുന്നത്, വിശ്വസിച്ച നീ
ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സാഹചര്യങ്ങളെ, സിറ്റുവേഷനുകളെ നോക്കാതെ നീ ആഴമായിട്ട് കർത്താവിലൊന്ന് വിശ്വസിക്കുവാൻ തുടങ്ങുന്നുവെങ്കിൽ നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വെളിപ്പെടുവാനിടയായിത്തീരും. നീ ഭാരപ്പെടുന്ന, ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങളുടെ നടുവിൽ ചിലത് വെളിപ്പെട്ടു വരുന്നത് കാണുവാനിടയായിത്തീരും. അതിന് ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസങ്ങളെ മാറ്റിവെച്ചിട്ട് 10ാം മാസത്തിന്റെ ആരംഭത്തിൽ പറയുക, സ്തോത്ര, എന്റെ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ നടുവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അതിന്റെ കണ്ണുകൊണ്ട് കാണും. കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങളൊന്നും പ്രതികൂലമല്ലാത്തതായിരിക്കാം, വിടുതൽ നടക്കാൻ സാധ്യതയില്ലാത്തതായിരിക്കാം. പക്ഷേ നിന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടുകൊണ്ട് ഇരുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഈ 10ാം മാസം ദൈവം ഇടയാക്കും. വിശ്വസിക്കുന്ന നിന്റെ മേൽ അത് ചലിക്കുവാനായിട്ടിടയായിത്തീരാം. എല്ലാവർക്കുമുള്ള ഒരു ദൂതല്ല ഇത്, സ്തോത്ര. വിശ്വസിക്കുന്നവർക്കും വേണ്ടി നിന്റെ ഭവനത്തിൽ മേൽ ഹല്ലേലൂയ, അത് നിന്റെ കുടുംബത്തിൽ മേൽ, നിന്റെ തലമുറയുടെ മേൽ, സ്തോത്ര, നീ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് എന്ത് വിശ്വസിക്കുന്നുവോ അതങ്ങനെ സംഭവിക്കും. ഇവിടെ കാണുന്നു, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ പൽക്കാലം പറയുക, സ്തോത്ര, സാഹചര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരിക്കാം, അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാക്കാം. ഡോക്ടർമാർ ഇനി നടക്കത്തില്ല എന്ന റിപ്പോർട്ടായിരിക്കും കൈ തന്നിരിക്കുന്നത്. നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കയറി ഇറങ്ങിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ജോലി നിനക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഹല്ലേലൂയ സ്തോത്രം അവിടെ ഉള്ളവർ പറഞ്ഞു കാണുമായിരിക്കാം. നിന്റെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത്, നിന്റെ ബിസിനസ് മേഖലയ്ക്കകത്ത് ഇനി ഒരു വിടുതൽ നടക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇനി ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, നീ ചിലത് വിശ്വസിച്ച് തുടങ്ങ്. നീ ഹല്ലേലൂയ, നീ ആത്മീയത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്ന് കണ്ടു തുടങ്ങ്. നിന്റെ തലമുറകൾ ചില ഓഫീസിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നത് കണ്ടു തുടങ്ങ്. നിന്റെ തലമുറകളുടെ ഭാവി ഓപ്പൺ ചെയ്തതൊന്ന് കണ്ടു തുടങ്ങി, സ്തോത്രം. എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക. അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. നാറ്റം വച്ച അവസ്ഥയായിരിക്കാം, സ്തോത്രം. ദുർഗന്ധങ്ങൾ വമിക്കുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് നിന്നെ നോക്കി പറയുന്നുണ്ടായിരിക്കും പലരും. ഹല്ലേലൂയ. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അതെ നീ ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ ഭാഗം നമുക്ക് ഒത്തിരി അറിയാന്നുള്ളതാ. എന്നാലും ഞാൻ പറയട്ടെ, പ്രിയ നമുക്ക് തിരുവചനത്തില് നമ്മൾ കടന്നു വരുമ്പോൾ, സ്തോത്രം, അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവിന്റെ പ്രവർത്തികളെല്ലാം വെളിപ്പെട്ടത് വിശ്വസിച്ചവരുടെ മേലാണ്. യേശു കർത്താവ് ഒരിടത്തിരിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നൊരു കണ്ട, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ അവിശ്വാസത്തിന്റെ തലത്തെ ഇന്ന് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ വിശ്വാസത്തെ ഫില്ല് ചെയ്യുവാൻ തയ്യാറാക്കാം. അവിടെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. ഈ തൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 10ാം മാസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല, വിശ്വാസത്താൽ നിങ്ങൾ ചില വിടുതലുകൾ പ്രാപിക്കാൻ പോക്കിയ, ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണത്തിലേക്ക് നിങ്ങൾ കയറാൻ പോക്കിയ, സ്തോത്രം. പ്രിയ മക്കളെ, നടക്കും, സ്തോത്രം. യേശു കർത്താവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന ഓരോരുത്തരോട് യേശു കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. നീ വിശ്വസിച്ചത് നിനക്ക് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. അതെ, സ്തോത്ര. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു? തിരുവചനത്തിൽ നോക്കിക്കഴിയുമ്പോൾ, നമുക്ക് ഉടനീളം നോക്കിക്കഴിയുമ്പോൾ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിലൊക്കെ ദൈവത്തിന്റെ പ്രവർത്തികളെ നമുക്ക് കാണുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുള്ള വിശ്വാസത്താലാണ് അവർ എന്ത് ചെയ്ത് ചിലത് പ്രാപിക്കുവാൻ. എബ്രായർക്ക് ലേഖനം 11ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു. വിശ്വാസത്തെ ചെങ്കടൽ അവർ മറികടക്കുവാനായിട്ട് ഇടയായി തീർന്നു.
മുമ്പിൽ ചെങ്കടല. പക്ഷേ മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ മുമ്പിൽ ചെങ്കടലായിരിക്കാം, എങ്ങനെ സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ലായിരിക്കാം. പക്ഷെ നിന്റെ ഇത് കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നീ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ഒരു കാലെടുത്ത് വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ രണ്ടായി പിരിഞ്ഞു മാറും. പ്രിയതേ മക്കളെ, വിശ്വാസത്തെ ഫില്ല് ചെയ്യുക. നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന വിഷയത്തിന്റെ നടുവേ, നിന്റെ മുമ്പിൽ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയത്തിന്റെ നടുവേ നീ വചനത്തെ നീ ഫില്ല് ചെയ്യുക, വചനത്തെ അപ്ലൈ ചെയ്യുക. വചനത്തിൽ ഇപ്രകാരം കാണുന്നു, ഞാൻ നിനക്ക് മുമ്പായി ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നു എന്നറിഞ്ഞുകൊള്ളുക. അങ്ങനെയൊക്കെ പറയുക. നീ കടന്നു പോകുമ്പോൾ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം കാണുമ്പോൾ നീ പിറകിലേക്ക് പോകുവാനല്ല, അതിന് നോക്കി പറയുക, എനിക്ക് മുമ്പായി ദഹിപ്പിക്കുന്ന അഗ്നി കടന്നു പോകുന്നു. അഗ്നി കടന്നു പോകുന്നത് എന്ത് ചെയ്യുന്നു? അതിനെ ചിലതിനെ ദഹിപ്പിച്ച് കളയാം. നിന്റെ മുമ്പിൽ നിന്ന് ചിലത് മാറിപ്പോകാം. പ്രിയ ദൈവമക്കളെ, വചനം നമുക്ക് വെറുതെ വായിക്കുവാനല്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെയും വിഷയങ്ങളുടെ നടുവിൽ അപ്ലൈ ചെയ്ത് വിശ്വാസത്തിൽ നാം വർദ്ധിച്ചു വരുന്നതിന് വേണ്ടിയാണ് വചനത്തെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തിനകത്തുള്ള വിടുതൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധി ആകട്ടെ, അതിന്റെ നടുവിൽ പ്രാർത്ഥനാ റൂമിനകത്ത് നമ്മുടെ മേൽ കൈമാറുന്ന ദൈവ വചനത്തെ നാം അപ്ലൈ ചെയ്യുവാൻ തയ്യാറാക്കുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നവനാ, അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുന്നവനാ. ഹല്ലേലൂയ. യഹോവ അരുളി ചെയ്തു, അങ്ങനെ തന്നെ സംഭവിച്ചു. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിന്റെ വചനങ്ങൾ നാം ആ ഒരു വിഷയത്തിനകത്തേക്ക് നാം പറയുവാനായിട്ട് ഇടയായിത്തീരുമ്പോ, നമ്മെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചന അത് വെറുതെ നമ്മുടെ അടുക്കിലേക്ക് വരാതെ അതിന്റെ ഉദ്ദേശം നിറവേറ്റുമെന്ന് വചനത്തിൽ കാണുമ്പോ, ആ വചനത്തെ പറയുമ്പോ, പ്രിയ ദൈവമക്കളെ, നാം അധികാരത്തോടും വിശ്വാസത്തോടും കൂടി ആ ദൈവ വചനത്തെ നമ്മുടെ വിഷയത്തിന്റെ അകത്തേക്ക് വിടുവാനായിട്ട് ഇടയായിത്തീരുമ്പോ, ആ വചന സ്ഫോടനം പോലെ അതിനകത്ത് കത്തുവാനായിട്ട് ഇടയായിത്തീരും. അവരെ വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. കാരണം ഒരു മനുഷ്യന്റെ വാക്കല്ല പറയുന്നത്, ദൈവത്തിന്റെ തിരുമൊഴിയായി പറഞ്ഞ, ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന, ശൂന്യമായി കിടന്ന ഇടത്തു നിന്ന് സകലതും ഉണ്ടാക്കട്ടെ എന്ന് ആ വാക്ക് പറഞ്ഞപ്പോ സകലതും ഉളവായി വന്ന ആ വചനത്തെ നാം പറയുവാനായിട്ട് ഇടയായിത്തീരുമ്പോ, ആ വചനത്തിന്റെ റീമ നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് ചലിക്കാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ഭയപ്പെടുമ്പോൾ പറയാനൊട്ട് ഉള്ളത് മാത്രമല്ല ദൈവത്തിന്റെ വചനം. അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രം പറയേണ്ടതല്ല. നാം വിശ്വാസത്താൽ ചലിക്കണം. ദൈവവചനത്താൽ നാം ചലിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ മാറും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സ്തോത്ര, നീ വിശ്വാസത്തോടു കൂടെ ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നാം ചിലത് പറയാൻ തയ്യാറാക്കണം. പ്രതികൂലങ്ങളെ കണ്ട്, പ്രതിസന്ധികളെ കണ്ട്, ഡോക്ടർമാർ എഴുതുന്ന റിപ്പോർട്ടിനെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടിരിക്കാനല്ല. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ, നിന്റെ ജീവിതകാലത്ത് ഇനി ഒരിക്കലും ഒരു വിടുതൽ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ പറയണം, സ്തോത്രം, ഈ ലോകത്തിലെ മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെ പറയുകയെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു എന്ന ആ വചനത്തെ നിന്റെ രോഗമുള്ള ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞ് നീ അതിനെ പറഞ്ഞു തുടങ്ങുമ്പോൾ, നമ്മള് അതിനെ ഒരു സൈഡിൽ വച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞു, എന്റെ രോഗം ഇതാ, എനിക്ക് ശരീരത്തിന് ക്ഷീണം ഇതാ, ഇതിനെ നമ്മൾ മെജോറിറ്റി ഏറ്റവും വലുതായിട്ട് കാണും. പ്രിയ ദൈവമക്കളെ, ഈ ലോകം പറയുന്ന വാക്കുകളെ ഒരു 0 പോയിന്റിനകത്ത് പോലും വയ്ക്കാനിടാതെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിന്റെ വാക്കിൽ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തയ്യാറാക്കാം. വിശ്വസിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുവാനായിട്ട് ഇടയത്തിന്. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നതെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവവചനത്തിനകത്ത് സകല വിടുതലുകൾ ഉണ്ട്. പ്രിയ, നമ്മളത് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാർത്തയുടെ അടുത്ത് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. ഈ പൽക്കല ദൈവത്തിന്റെ ഒരു മഹത്വം നിന്റെ മേൽ, നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുക. സ്തോത്രം. ഒത്തിരി പേർ വിശ്വസിക്കണമെന്നില്ല. നീ ഒരു വ്യക്തി വിശ്വസിക്കാൻ തയ്യാറായ നിന്റെ കുടുംബത്തിന്റെ സിറ്റുവേഷനുകൾ മാറും, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മാറും. ഈ ഭവനത്തിനകത്ത്, സ്തോത്രം, നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വിലാപ ഭവനമാണ്. യേശു കർത്താവിന് വേണ്ടി ഭവനത്തെ തുറന്നു കൊടുത്ത ഒരു ഭവനമാണ്. യേശു എപ്പോഴും വന്ന് വ്യാപാർക്കുന്ന ഒരു ഭവനം
ഭവനമാണ് ബെഥാനി എന്ന് പറയുന്നത്. എന്നാൽ അവിടെ തനിക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് മാർത്തയും മറിയയും ചേർന്ന് യേശുവിന്റെ അടുക്കൽ അറിയിക്കുവാനായിട്ട് ഇടയെത്തുന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ദീനം മരണത്തിനല്ല, ദൈവനാമ മഹത്വത്തിനത്രേ. അപ്പൻ സ്നേഹിക്കുന്ന ചില ഭവനത്തിനകത്ത് ചിലതൊക്കെ വന്ന് സംഭവിക്കുന്നത് കേൾക്കുമ്പോൾ ലോകം നിന്ദിച്ചിരിക്കാം, ലോകം പരിഹസിച്ചിരിക്കാം. അതേ, നീ വചനവും എടുത്ത് നടക്കുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കയ്യിലിരിപ്പ് നന്നല്ല, എന്തോ കുറവുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് ലോകം നിന്നെ നോക്കി പഴിച്ചാരുമ്പോ പ്രിയ ദൈവ പൈതലേ, കർത്താവിന് നിന്നോട് പറയാനായിട്ടുള്ളത്, നിന്റെ ഭവനത്തിൽ കൂടി എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടാനായിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ട് നീ നിരാശപ്പെടണ്ട. ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ, ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിച്ചതാണല്ലോ, എന്നെ കൊണ്ടാവത് കർത്താവിന് വേണ്ടി ചെയ്തല്ലോപ്പാ എന്നോർത്ത് നിരാശപ്പെടണ്ട. പ്രിയ ദൈവമക്കളെ, നിന്നെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ടാ കർത്താവ് നിന്നെ സ്തോത്രം തേടി വന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നതൊക്കെയോ അതേ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്കുള്ളത് പോലെ ആയിരിക്കില്ല, ഒരു സ്പെഷ്യൽ ആയിരിക്കും, ഒരു മഹത്വമായിരിക്കും. ഒരു രോഗസൗഖ്യത്തിന് ഉപരിയായിട്ട് ഒരു മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തും. ഇവിടെ ഈ സ്തോത്രം യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഈ വിഷയം തീർന്നു പോകാനായിട്ടല്ല, ഈ വിഷയത്തിനകത്തൊരു മഹത്വമുണ്ട്. ഇന്ന് രാത്രി പകൽക്കാലം പരിശുദ്ധാത്മ ആരോടൊക്കെ പറയുന്നോ, ചില വിഷയങ്ങൾ ഇതിനകത്ത് തീർന്ന് ചീഞ്ഞ് നാറിപ്പോകുമെന്ന് പറയുമ്പോൾ അല്ലെ, അവിടെ കൊണ്ട് അത് തീരത്തില്ല. അതിനകത്തൊന്നൊരു എഴുന്നേൽപ്പുണ്ട്, അതിനകത്തൊരു മഹത്വം വെളിപ്പെടാ. നിന്റെ കുടുംബം ഹല്ലേലൂയ മരണഭവനമെന്ന് അറിയപ്പെടാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട ഭവനമെന്ന് അറിയപ്പെടത്തക്ക രീതിയിൽ. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. അതേ പൽക്കാലം വിശ്വസിക്കുക, അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ലാസർ മരിച്ചു പോയി എന്ന്. ഹല്ലേലൂയ. യേശു 2 നാൾ കൂടി അവിടെ ഇരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം തീർന്ന ശേഷം മനുഷ്യരാൽ അവിടെ ഒരു വിടുതൽ നടക്കാനുള്ള എല്ലാ സാധ്യതകളും അവസാനിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് എന്ത് ചെയ്തോ, ആ ഭവനത്തിലേക്ക് വിസിറ്റ് ചെയ്യുവാനായിട്ട് എത്തുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ വിഷയത്തിനകത്ത് കർത്താവ് മൗനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ. നീ എത്ര കരഞ്ഞിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ആരെയൊക്കെ വിട്ട് പ്രാർത്ഥിച്ചിട്ടും ചില മറുപടി വെളിപ്പെടാതെ ഈ വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ടും ഒന്നും കാണുന്നില്ല. സഹോദര സഹോദരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം പിടയും. എന്തേ കർത്താവ് മൗനമായിട്ടിരിക്കുന്നത്? കർത്താവ് എന്തേ സംസാരിക്കാത്തത്? പ്രിയ ദൈവമേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയാ. ഓ ഹല്ലേലൂയ. ദൈവം എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കത്തില്ല പ്രിയ ദൈവത്തിലെ. പക്ഷേ വിഷയത്തിന്റെ ആരംഭം നീ കർത്താവിന്റെ സന്നിധിയിൽ അറിയിക്കുമ്പോൾ കർത്താവ് നിന്നോട് ഒരു വാക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ നീ ആ വാക്കിനെ ഫോക്കസ് ചെയ്യുക. ആ വാക്കിനെ നീ ലോകത്തിന്റെ മുമ്പാക്കി ഇട്ടുകൊടുക്കാതെ നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലയ്ക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് അത് സ്തോത്രം എത്ര തന്നെ ജീർണിച്ച അനുഭവമായി തീരുമ്പോൾ നീ വിശ്വസിക്കണം, എന്നോട് എൻ്റെ അപ്പൻ ഇത് പറഞ്ഞു, നീ അതിനെ വിശ്വസിക്കുക. അതാ കർത്താവ് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് നമുക്കറിയാന്നുള്ള സാഹചര്യമാ. പക്ഷെ അവിടെ എന്തൊക്കെയെന്നു കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, യേശു കണ്ണുനീർ വാർക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നൊക്കെ നമുക്ക് തിരുജനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാ യേശു കർത്താവ് കല്ലറയ്ക്കൽ അടുക്കലെത്തിയിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ല് നീക്കുവിൻ എന്ന് പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായി മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ നാറ്റം വച്ച് തുടങ്ങി 4 ദിവസമായല്ലോ, കാരണം ഒരു സാധ്യതയും ഇനിയില്ല ലാസർ പുറത്തു വരാൻ. മരിച്ചു, 4 ദിവസം കൂടെ കഴിഞ്ഞു. അതുമാത്രമല്ല, നാറ്റം വച്ച് തുടങ്ങി. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവപൈതലേ, വാക്തത്വങ്ങൾക്ക് ഒരു അതിർവരം വിട്ടിട്ട് സാഹചര്യത്തെ ഉയർത്തി കാണിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ഈ രാത്രികാലം പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സാഹചര്യത്തെ അല്ല എൻ്റെ കർത്താവ് നോക്കുന്നത്, നിന്റെ സിറ്റുവേഷനെ അല്ല കർത്താവ് നോക്കുന്നത്. മറിച്ച് അതേ അവിടെ കടന്നു വന്നിരിക്കുന്നത് ജീവൻ കൊടുപ്പാൻ കഴിയുന്ന, അതേ സ്തോത്രം തിരിച്ച് ചിലതിനെ മടക്കി കൊടുപ്പാൻ കഴിയുന്ന, നിന്റെ ഭവനത്തിനകത്തൊരു മഹത്വത്തെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നാം ഉയർത്തിപ്പിടിക്കണ്ട. നിന്റെ മുമ്പിൽ നെഗറ്റീവുകളെ ശത്രു ഉയർത്തിക്കൊണ്ടുവരും. ഇനി ഇത് നടക്കത്തില്ല, ഡോക്ടർ ഇതാ പറഞ്ഞത്, കൂടെ ഉള്ളവർ ഇതാ പറഞ്ഞത്,
നമ്മൾ ഏറ്റവും അധികം ഉറ്റ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൂടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി വരെ പറയും ഇനി ഇതിനകത്തൊന്നുമില്ല. പക്ഷെ അപ്പൊക്കെ വിശ്വസിക്കണം. കേട്ട ദൈവശബ്ദത്തെ ഈ രാത്രിക്കാലം ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇത് വ്യക്തമായി പറയുന്നു. ചില കേട്ട ദൈവിക വാഗ്ദത്തത്തെ നീ പുറത്തെടുക്ക. അങ്ങനെ തന്നെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു. കേട്ട വാഗ്ദത്തങ്ങളുടെ മുമ്പാകെ മണ്ണിട്ട് മൂടി കളഞ്ഞിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനുകളെ ഉയർത്തി കാണിച്ച് നടക്കുമ്പോ ഈ രാത്രി പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നീ ആ വിഷയത്തിന്റെ നടുവിൽ നിന്റെ തലമുറ ജനിച്ചപ്പോ അല്ലെങ്കിൽ നിന്റെ തലമുറ ഒരു വിഷയത്തിന്റെ നടുവിൽ കടന്നു പോയപ്പോ നീ ആയിരുന്നപ്പോ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നീ കർത്താവിന്റെ സന്നി ചെന്നിരുന്നപ്പോ നിന്നോട് ഇടപെട്ടതായ ഒരു ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദത്തെ ഈ പകൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നീ പുറത്തെടുത്തിട്ട് അത് നീ വിശ്വാസത്തോടെ പറയുക. നീ ആ വാക്കിനെ നീ പറയാൻ തയ്യാറാക്ക. ഈ പകൽക്കാലം പരിശുദ്ധാത്മ അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ നിന്റെ മുമ്പിൽ നിന്ന് ചില പ്രതിസന്ധികൾ മാറാ, നിന്റെ മുമ്പിൽ നിന്ന് ചില പ്രതികൂലങ്ങൾ മാറാ. നാറ്റം വമിച്ചതായിക്കൊള്ളട്ടെ, 4 നാൾ ആയിക്കൊള്ളതാകട്ടെ, 38 വർഷം ആയിക്കൊള്ളതാകട്ടെ, പക്ഷെ എന്റെ ദൈവത്തിന് അതൊരു വിഷയമല്ല. നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവോ? അതാ കർത്താവിന് നോക്കാനായിട്ടുള്ളത്. നിന്റെ സാഹചര്യം എന്ത് തന്നെ പ്രതികൂലമായിക്കൊള്ളട്ടെ, നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ചെങ്കടൽ പോലത്തെ വിഷയമായിക്കൊള്ളട്ടെ, കൊടുങ്കാറ്റ് ഭയങ്കരമായിട്ട് ചീറ്റ് അതിന്റെ നേരെ നിന്റെ മേൽ അടിക്കുന്നുണ്ടായിരിക്കാം. നിനക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നെ നിർത്തത്തില്ല, നിന്നെ ഉറപ്പിച്ച് നിർത്തത്തില്ല, നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാക്കത്തില്ല എന്നൊക്കെ ലോകം പറയുമ്പോ നിന്നെ എങ്ങനെയും ആട്ടി പുറത്തുകളെ നിൽക്കുമ്പോ നീ കേട്ടത് നിന്നെ അവിടെ ഉറപ്പിച്ചു നിർത്തുമെന്നെങ്കിൽ പ്രിയ ദൈവമക്കളെ, നീ സാഹചര്യത്തിന്റെ പിന്നാലെ പോണ്ട. നീ കേട്ട ദൈവശബ്ദത്തെ മുറുകെ പിടിക്കേ. ഹല്ലേലൂയ. ഇവിടെ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായി. അപ്പോഴേ യേശു കർത്താവ് പറഞ്ഞത്, യേശു അവളോട് വിശ്വസിച്ചാൽ എന്ത് വിശ്വസിക്കണം? ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് എത്രയെന്ന് പറഞ്ഞ ആ കഥ ഞാൻ പറഞ്ഞത്. നിന്റെ വിഷയം തലപൊക്കി തുടങ്ങിയപ്പോ ആരോടും പറയാതെ നീ കർത്താവിന്റെ ശരീരം പ്രാർത്ഥിച്ചപ്പോ നീ കേട്ട ഒരു ഇൻപമേറിയ ശബ്ദമില്ലേ? മകളെ, ഈ വിഷയത്തിനകത്ത് ഞാൻ പ്രവർത്തിക്കും. നിന്റെ മുമ്പ് ഞാൻ വാതിൽ തുറന്നു തരും. ഞാൻ നിന്നെ സ്തോത്രം, നിന്നെ ആത്മീയമായി നിന്നെ ബലപ്പെടുത്തും എന്ന് പറഞ്ഞ ചില ദൈവിക ശബ്ദങ്ങളെ ഈ പകൽക്കാലം നീ പുറത്തെടുക്ക്. ഹല്ലേലൂയ. അതിനെ നീ വിശ്വസിക്കേ. അതിനുശേഷം ഒത്തിരി നെഗറ്റീവുകൾ വന്ന് കാണുമായിരിക്കാം, ഒത്തിരി വാക്കുകൾ നിന്റെ മുമ്പിൽ ആ വിഷയത്തിനകത്ത് ബന്ധപ്പെട്ട് വന്ന് കാണുമായിരിക്കാം. പക്ഷേ ആരംഭത്തിൽ കേട്ട ദൈവശബ്ദങ്ങൾ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നീ ആരംഭത്തിൽ കേട്ട ചില ദൈവശബ്ദങ്ങളെ നീ പുറത്തെടുത്ത് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നാറ്റം വയ്ക്കട്ടെ, ചീഞ്ഞ് നാറിക്കൊള്ളട്ടെ, അതേ സ്തോത്രം എല്ലാം നെഗറ്റീവായിക്കൊള്ളട്ടെ. അപ്പൻ എന്നോട് പറഞ്ഞല്ലോ ഇതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്, ഞാനൊരു വാതിൽ തുറക്കുമെന്ന് പറഞ്ഞല്ലോ, എന്റെ തലമുറകൾക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നീ കേട്ടതായ ആ ദൈവശബ്ദത്തെ നീ ഇന്ന് ആ വിഷയത്തിനകത്തേക്ക് നീ ഒന്ന് അപ്ലൈ ചെയ്യുവാൻ തയ്യാറാക്കുമ്പോ ഈ പകൽക്കാലം നിന്റെ കണ്ണുകൊണ്ട് ചിലത് കാണാൻ പോകുക. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഇവിടെ മാർത്ത പറയുന്നു, നാറ്റം വച്ചു 4 നാളായി. എന്റെ യേശു കർത്താവ് ആ വാക്കിനെ അവിടെ ഒത്തിരി നിന്ന് ആ വാക്ക് കൊണ്ട് അവിടെ ആ നെഗറ്റീവ് വെളിപ്പെടുവാനുള്ള ഒരു അന്തരീക്ഷത്തിന് സമയം കൊടുക്കുന്നതിന് മുമ്പേ എന്റെ യേശു കർത്താവ് അടുത്തൊരു സബ്ജക്റ്റ് എടുത്തു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ. ഈ പകൽക്കാലം ഇതിനകത്തുള്ളവരോടും പറയാനായിട്ടുള്ള നാറ്റം വച്ചതായിരിക്കാം, 4 നാളായതായിരിക്കാം. പക്ഷേ ആ വിഷയം അന്തരീക്ഷത്തിനകത്ത് കിടന്ന് നിന്റെ നെഗറ്റീവുകൾ ഊടാടി നടക്കാൻ അനുവദിക്കുന്നതിന് മുമ്പേ എന്റെ കർത്താവിന് നിന്നോട് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, നീ വിശ്വസിക്കേ. ദൈവത്തിന്റെ മഹത്വം കാണും. ഈ 10ാം മാസത്തെ ലൈവിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതിശയകരമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ചില ദൈവ പ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും.
ഹല്ലേലൂയ. ഈ 11-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, കണ്ണുനീരിന്റെയും വേദനയുടെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ഒക്കെയും മരണത്തിന്റെയും നഷ്ടപ്പെടന്റെയൊക്കെയും ഒരു സ്തോത്രം, ഒരു ടോപ്പിക്ക് നടക്കുന്ന ഒരു ടൈം, ഒരു സ്തോത്ര അധ്യായമാണ്. പക്ഷേ അവിടെ കൊണ്ട് തീർത്തില്ല. 12-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, ലാസറിന് ഒരു വിരുന്നശാല ഒരുക്കി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയട്ടെ, ചില അധ്യായങ്ങൾ കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 9-ാം മാസത്തിനകത്തും ചില നാറ്റും വെച്ച അവസ്ഥകൾ ഉണ്ടായിക്കാണും. എന്നാൽ 10-ാം മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. പന്തിക്ക് ദൈവം നിന്നെ ഇരുത്താൻ പോകുക. നീ കഴിഞ്ഞ നാളുകളെ അനുഭവിച്ച ചില വേദനകൾ, കഴിഞ്ഞ നാളുകളെ അനുഭവിച്ച ചില പ്രയാസങ്ങൾ, അതേ സാധ്യതകൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് കണ്ണുനീരിന്റെ മധ്യത്തിലായിരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഭവനത്തിനകത്തെ ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ, ഒരു ഉയർപ്പിന്റെ ധ്വനി എന്നതുപോലെ യേശു മരിച്ചവരെന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർക്കൊരു അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷിച്ചുവെന്നോ. ലാസറോ അവനോട് കൂടി പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. സ്തോത്രം. വിശ്വസിക്കാമോ? 10-ാം മാസം ഹല്ലേലൂയ, ചില പന്തികളിൽ നിന്നെ ഇരുത്തി, നീ വേദനിച്ച വിഷയത്തിന്റെ നടുവിൽ, നീ നിന്നെ അനുഭവിച്ച വിഷയത്തിന്റെ നടുവിൽ ഒരു പന്തി ഒരുക്കി നിന്നെ അവിടെ ഇരുത്തും. നീ ഏത് വിഷയത്തിനകത്താണോ നിന്നെ അനുഭവിച്ചത്, ഏത് വിഷയത്തിനകത്തോണോ നീ കണ്ണുനീരൊഴിച്ചത്, ആ വിഷയത്തിന്റെ മറുപടിയുമായിട്ട് ഒരു പന്തി ദൈവം ഒരുക്കും. ഹല്ലേലൂയ. 10-ാം മാസം അങ്ങനെ തന്നെ വിശ്വസിക്കുക. 9-ാം മാസത്തിൽ സിറ്റുവേഷനുകൾ വിട്ടുകളാ. 10-ാം മാസം എനിക്ക് വേണ്ടി പന്തി ഒരുക്കുക. എന്തേ? ആ പന്തിയിൽ അവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു, ഇരുന്നവരിൽ ഒരുവനായിരുന്നു ലാസർ. ഹല്ലേലൂയ. നാറ്റം വച്ചതെന്ന് പറഞ്ഞതാ, മരിച്ച് 4 നാളായതെന്ന് പറഞ്ഞതാ. അതേ സ്തോത്രം. അവനെ കൊണ്ടുവന്ന് പന്തിക്കിരുത്തിയ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സാഹചര്യങ്ങളെ ഒന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട, ആകുലപ്പെടണ്ട. ഈ 10-ാം മാസം ഒരു പന്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ. നീ കരഞ്ഞ വിഷയത്തിന്റെ നടുവിൽ, നീ ഭാരപ്പെട്ട വിഷയത്തിന്റെ നടുവിൽ, നീ വെമ്പൽ കൊണ്ട് ആകുലപ്പെട്ട വിഷയത്തിന്റെ നടുവിൽ ഒരു പന്തി കർത്താവ് ഒരുക്കി കഴിഞ്ഞു. നിന്നെ അതിലിരുത്തും. നിന്റെ വിഷയത്തെ കൂടി ആ ഒരു ടോപ്പിക്കിനകത്ത് ദൈവം കയറ്റും. ചിലർ സംസാരിച്ചു തുടങ്ങും, കഴിഞ്ഞ നാളുകൾ ഇവൻ ഇതായിരുന്നു, എന്നാൽ ദൈവം അവന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയാ. അതേ പന്തിയിലിരിക്കുന്നവർ കാണിക്കേ. നിന്റെ ഭവനത്തിനകത്ത് നടന്ന ചില വേദനകൾ ലോകം അറിഞ്ഞിക്കാൻ, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പന്തിക്കകത്ത് ഇരുത്തിക്കൊണ്ട് ഹല്ലേലൂയ നിന്നെ മാനിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നിന്നെ കർത്താവ് സ്നേഹിച്ചു തുടങ്ങിയ എന്റെ കർത്താവിന്റെ മഹത്വം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. പ്രിയ ദൈവമേ, നീ അങ്ങനെ തന്നെ വിശ്വസിക്കുക. സ്തോത്രം. എന്റെ കർത്താവ് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയ, നീ കർത്താവിനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന വിടുതലുകൾക്ക് ഒരു പരിമിതി കാണുകയില്ല. നിന്റെ ബുദ്ധികൾക്കപ്പുറമായിട്ട് അതേ ലോകത്തിന് ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ ദൈവം തന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നു ചില ദൈവ പ്രവർത്തികളെ ദൈവം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്താം. എന്റെ യേശു കർത്താവിന് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കെ ഈ 10-ാം മാസം ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടും. നിന്റെ ജീവിതത്തിൽ നാറ്റം വെച്ച വിഷയങ്ങൾക്കകത്ത് ഒരു മറുപടി വെളിപ്പെടും. മഹത്വത്തോടെ. നാറ്റം ദുർഗന്ധമല്ല, മഹത്വത്തിന്റെ ഹല്ലേലൂയ സുഗന്ധവുമായിട്ട്. സ്തോത്രം. ആ വിഷയം പുറത്തു വരും. നീ മാനിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതൽ അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ആ ലാസറിനെ പുറത്തു കൊണ്ടുവന്നപ്പോ ജനം വിശ്വസിക്കുവാൻ കയറായി. ഇവിടെ കാണുന്നു, മറിയ അടുക്കൽ വന്ന യഹൂദന്മാർ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. പിള്ളേരെ ചിലർത്തി കടന്നതിനൊക്കെ ഒരു അല്പവേദന വന്നു വെക്കലും. പ്രിയ ദൈവമക്കളെ, ചിലർ കൂടി കർത്താവിനെ വിശ്വസിക്കുന്നതിന് വേണ്ടിയാ ഒരു നാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് വിട്ടത്. എന്നവരുടെ നാറ്റം മാത്രമല്ല നിന്റെ ജീവിതത്തിനകത്ത്. നിന്റെ ജീവിതത്തിന്റെ അവസാനമെന്ന് പറയുന്ന നാറ്റമല്ല, ഒരു സുഗന്ധമുണ്ട്,
ഒരു സുഗന്ധമുണ്ട്. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അനേക യഹൂദന്മാർ വിശ്വസിച്ചു. നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്ന നാറ്റം വെച്ച വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോ അനേകം പേർ വിശ്വസിക്കുവാൻ തയ്യാറാകും. നീ ചോദിക്കുന്നില്ലേ, കർത്താവ് ഇത്രയൊക്കെ നാറ്റം വെച്ചിട്ടും എന്തേ കർത്താവ് മൗനമായിട്ടിരിക്കുന്നത് എന്ന് നീ ചോദിക്കുന്നില്ലേ? പ്രിയ മക്കളെ, ചിലരെ വിശ്വാസത്തിനകത്ത് നിന്റെ ഭവനത്തിനകത്ത് നടന്ന വിടുതൽ കൂടി കർത്താവിനെ ചിലരെ കൂടി വിശ്വാസത്തിലേക്ക് കയറ്റാനായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. നീ വിചാരിക്കല് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല, കർത്താവ് നിന്നെ അറിയുന്നില്ല, നിന്റെ വേദന അറിയുന്നില്ല എന്ന് ചിന്തിക്കരുത്. നിന്നിൽ കൂടി കർത്താവ് വന്ന ഭവനത്തിനകത്ത് കർത്താവ് ഒരുവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും ചെയ്യുമെന്ന് ജനം കാണുകേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടിയാ. ആരുടെയൊക്കെയോ ഭവനത്തിനകത്ത് നിങ്ങൾ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടുള്ള ചില ദൈവിക വിടുതലുകൾ, ദൈവത്തിന്റെ മഹത്വങ്ങൾ, അതെ പലരും വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരു ദൈവിക പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക. കഴിഞ്ഞ നാളുകൾ നാറ്റം വെച്ച 4 നാളായെന്ന് പറഞ്ഞ അതേ വർഷം കൂടെ പഴക്കമേറിയ വിഷയങ്ങളുടെ മറുപടിയുമായിട്ട് പന്തിക്കിരുത്തുന്ന ഒരു മാസമത്വേ വിശ്വസിച്ച നീ അത് കാണും. നിന്റെ കണ്ണുകൊണ്ട് കാണും. നാറ്റം വച്ച വിഷയത്തെ കണ്ടുകൊണ്ട് 4 നാളായി എന്ന് പറഞ്ഞപ്പോ ലോകം നിന്നെ നോക്കി പഠിച്ചതിനെ നീ കണ്ണുകൊണ്ട് കാണുവാനായിട്ട് ഇടയെത്തുന്നുവെങ്കിൽ അതേ കണ്ണുകൊണ്ട് നീ ഭാരപ്പെട്ട വിഷയ പന്തിക്കിരിക്കുന്നത് നീ കാണാൻ പോകിയ. വിശ്വസിക്കുക, ദൈവമഹത്വം ചലിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ 10 മാസം കർത്താവേ, ആ വചനത്തെ തന്റെ ജനത്തിന് വേണ്ടി ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവര് വിശ്വസിക്കുന്ന ചില വിഷയത്തിന്റെ നടുവേ നാറ്റം വച്ചതായിരിക്കാം, ദുർഗന്ധങ്ങൾ വരുന്നുണ്ടായിരിക്കാം, പെറുപെറുപ്പുകൾ 4 സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പന്തിക്കിരുത്തുന്നത് കാണട്ടെ. ദൈവം മഹത്വം ചലിക്കട്ടെ. അനേകം പേർ അത് കണ്ട് വിശ്വസിക്കട്ടെ. കർത്താവേ, ദൈവത്തിന്റെ മഹത്വങ്ങൾ വെളിപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. തന്റെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. മുഴുവനോ മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.